ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനി സോഷ്യൽ മീഡിയയിലൊരു ട്രാൻസ് ചെയ്ത സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മഹാദൈവയ്ക്ക് കർത്താവിന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ഓർത്തപ്പെടുത്തുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനേകമായിട്ടുള്ള പ്രതികൂലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുവചനം. ബൈബിൾ പരിശോധിക്കുമ്പോൾ ലോകം ശാശ്വതമല്ല എന്ന് പ്രവാചകന്മാർ പല പ്രാവശ്യങ്ങളിലും പ്രവചിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ വചനങ്ങളും നമുക്ക് ഏവർക്കും പരിചിതമാണ്. എങ്കിലും കർത്താവ് സ്തോത്രം നല്ല സമയത്തിലാണ് കർത്താവ് സ്തോത്രം ചെയ്യുന്ന തിരുവചനത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിച്ച് അതിനെ കർത്താവ് തരുന്ന ആലോചന പറഞ്ഞ് ഇരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ദൈവസന്നിധിയിൽ ആലോചന പറഞ്ഞിരിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഉറങ്ങിയെന്ന് കഴിഞ്ഞാലോ ലോകം എന്നെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ. ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ജനത്തെ, പ്രത്യേക ഒരു കുടുംബത്തെ, പ്രത്യേക ഒരു വ്യക്തിയെ സർവശക്തനായ ദൈവം അനാഥനായി വിടുകയില്ല. ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി പറയുന്നു. സ്തോത്രം. എൻ്റെ മക്കൾ അപ്പത്തിന് ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഞാൻ അനാഥരായി നിങ്ങളെ വിട്ടു കളയുകയില്ല. ഇസ്രായേൽ ജനത്തെ അനാഥരായി വിടാതെ ഫറവോന്റെ ശക്തിയിൽ നിന്ന്, ഫറവോന്റെ കരങ്ങളിൽ നിന്ന് വിടിവിച്ച സർവശക്തനായ ദൈവം ചെങ്കടലിന്റെ അധോഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നാഥൻ അരുളി ചെയ്ത് ആ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ അവിടുന്ന് അരുളി ചെയ്തു ചെങ്കടലെ രണ്ടായി മാറട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സംഭവിച്ച് ഇസ്രായേൽ ജനത്തെ അനാഥരായി വിട്ടുകളയാതെ ആ മറുകര കയറ്റിയ സർവശക്തനായ ദൈവം. എന്നാൽ അവിടെ വിളിച്ചു പറയുന്ന ഒരു കാര്യം തൊട്ട് പുറകിൽ ചിന്തിക്കാൻ തക്കവണ്ണിയാകും. മോശയും ഇസ്രായേൽ ജനവും ആ ചെങ്കടലിൽ കൂടി, ആ ഉണങ്ങിയ നിലത്തുകൂടി സർവശക്തനായ ദൈവം ഇസ്രായേൽ ജനത്തെ കാണുകയും ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ വിടിവിച്ച് സ്തോത്രം ഹല്ലേലൂയ സാത്താന്യ കരങ്ങളിൽ നിന്ന് മറുകര അടിപ്പിക്കുന്ന സർവശക്തനായ ദൈവം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഒരു രോഗബന്ധനത്തിൽ ആണ് എങ്കിൽ, ഒരു കടഭാരത്തിന്റെ നടുവിൽ ആണ് എങ്കിൽ, തലമുറകളെ സംബന്ധിച്ച് കരയുന്ന ഒരു വ്യക്തി ആണ് എങ്കിൽ, തിരുവചനം വ്യക്തമായി പറയുന്നു, നിനക്കാൻ അനാഥരായി വിടത്തില്ല, അനാഥനായി ഞാൻ വഴി നിന്നെ ഉപേക്ഷിച്ചു കളയുകയില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, എന്നെ അനാഥനായി വിടത്തില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പ്രസ്താവിക്കുന്നെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്, എന്റെ അനുഗ്രഹം തടഞ്ഞു വെച്ചിരിക്കുന്നത്, എന്റെ തലമുറകളുടെ അനുഗ്രഹത്തെ എന്തുകൊണ്ട് ഈ ജന്മം എനിക്ക് കാണാൻ കഴിയുന്നില്ല? എന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ ഞാൻ ഇന്നുവരെയും ഒരു വിടുതൽ കാണാതിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചറിയിക്കുന്ന ഒരു ദൂത് ഈ വചനത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് വിളിച്ചറിയിക്കുകയാണ്. നിന്നെ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞ ദൈവം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യത്താലും നിന്നെ അനാഥനായി ദൈവം വഴിയിൽ ഉപേക്ഷിച്ച് കളയത്തില്ല. അന്ധകാരത്തിന്റെ ബന്ധനത്തിന്റെ കയറിലാണെങ്കിൽ സർവശക്തനായ ദൈവം മരണത്തിന്റെ കയറുകളെ പൊട്ടിച്ചെറിഞ്ഞ് മരണത്തിൽ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സർവശക്തനായ ദൈവം. മരണത്തെ ജയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, വരാനുള്ളവൻ, അരുളി ചെയ്ത അരുമനാഥനായ കർത്താവ് ഇങ്ങനെ തിരുവചനത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്നെ ഞാൻ അനാഥനായി വിട്ടു കളയുകയില്ല, അനാഥരായി വിട്ടു കളയുകയില്ല. ജനം ദൈവത്തോട് പാപം ചെയ്ത കാലഘട്ടങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ മോശ സിനായി പർവ്വതത്തിൽ ജനത്തിന് വേണ്ടി നന്മയ്ക്ക് ലഭിക്കാൻ തക്കവണ്ണം കടന്നു ചെന്ന 40
40 ദിവസം പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ആമേൻ സർവശക്തനായ ദൈവം അഗ്നിയുടെ നടുക്ക് ആമേൻ നടുവിൽ പുറപ്പെട്ടുകൊണ്ട് ആമേൻ മോശയോട് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ ശബ്ദം മുഖാമുഖം കേൾക്കുകയും ദൈവത്തെ മുഖാമുഖം കാണുകയും ചെയ്ത മോശ ആമേൻ ഹല്ലേലൂയ പറയുകയാണ്, ആമേൻ ഞാൻ അല്ലാതായി തീർന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, ആമേൻ ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രമത്തോടു കൂടി ആമേൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഇരുന്ന സാഹചര്യത്തിൽ ആമേൻ മോശയോട് ദൈവം അരുളി ചെയ്ത് ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെ ആമേൻ ആ കൊടുമുടിയുടെ നടുവിൽ വെച്ച് സർവശക്തനായ ദൈവം വിളിച്ചറിയിച്ചു. അങ്ങനെയെങ്കിൽ ജനത്തിന് വേണ്ടി ഉപദേശിപ്പാൻ തക്കവണ്ണം, ജനത്തിന് വേണ്ടി നിലനിൽപ്പാൻ തക്കവണ്ണം, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണം അതിന്റെ പൊരുളുകൾ തിരിച്ചു കൊടുക്കാൻ സർവശക്തനായ ദൈവം കൽപ്പലകകളിൽ എഴുതേണ്ട ഒരവസ്ഥ, ഒരു സാഹചര്യം ഒന്നുണ്ടായെന്ന് നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അവിടെയും കൊണ്ട് അവസാനിച്ചില്ല. ഇസ്രായേൽ ജനം അപ്പോഴും ആമേൻ ദൈവത്തോട് പാപം ചെയ്തുകൊണ്ടിരുന്നു. വിഗ്രഹാരാധനയ്ക്ക് കടന്നു ചെന്ന് ആമേൻ കാളക്കുട്ടിയുടെ വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ആരാധിച്ച് നിർമ്മിക്കുമ്പോൾ ആമേൻ കർത്താവ് സ്വന്തം ദൈവത്തോട് പാപം ചെയ്ത പാപം ആമേൻ കർത്താവ് കണക്കിടാതെ ആമേൻ കർത്താവ് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ മോശയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ മോശയാകുന്നവൻ ആമേൻ അരുളി ചെയ്ത് ഹല്ലേലൂയ ആമേൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആമേൻ നിയന്ത്രിക്കാൻ തക്കവണ്ണം, ഇസ്രായേൽ ജനത്തിന് മറുകര കടത്തുവാൻ തക്കവണ്ണം, അതിനെ നിയന്ത്രിച്ച് അവരുടെ പാതകളിൽ നടത്തുവാൻ ഒരുവനെ തിരഞ്ഞെടുത്തു സർവശക്തനായ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ദൂതിൽ കൂടി അന്നത്തെ സ്വാട്ട് മെസ്സേജിൽ കൂടി സർവശക്തനായ ദൈവം അന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ദൂതുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തി ജീവിതമാണെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, വ്യക്തിയെ ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നത് ഒരു കാര്യമുണ്ട്. ഇതൊരു വാഗ്ദത്ത വചനമാണ്. സ്വതന്ത്രം ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നത്, അല്ലേ, ഞാൻ നിന്നെ അനാഥരായി വിട്ടുകളയത്തില്ല, നിന്നെ അനാഥനായി വിട്ടുകളയത്തില്ല. നീ മകനെ സംബന്ധിച്ചാണ് നീ ഭാരപ്പെടുന്നെങ്കിൽ, നിന്റെ മകളെ സംബന്ധിച്ചാണ് നീ ഭാരപ്പെടുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിന് സംബന്ധിച്ചാണ് നീ ഭാരപ്പെടുന്ന, നീ ഏതൊരു പ്രശ്നത്തിലാണെന്ന് പ്രതിസന്ധിയിൽ ഭാരപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രാർത്ഥന പായിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമീൻ നിനക്ക് അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിന് മറുപടി ലഭിക്കാതിരിക്കുന്നെങ്കിൽ അമീൻ സ്വതന്ത്രം ഹല്ലേലൂയ അമീൻ തിരുവചനത്തിൽ കൂടിയൊക്കെ തിളങ്ങുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, പ്രഭു അമീൻ 21 ദിവസം അമീൻ ഹല്ലേലൂയ ദാനിയേലിനോട് എതിർത്ത് നിന്നപ്പോൾ അമീൻ പ്രഭുവിനെ വെട്ടിക്കളയുവാൻ തക്കവണ്ണം അവൻ തടസ്സത്തെ മാറ്റുവാൻ മീഖായേലിന്റെ ദൂതനെ ഊരിപ്പിടിച്ച വാളുമായി ഇറക്കിയെങ്കിൽ, എന്നെ കേൾക്കുന്ന വ്യക്തിയെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ, നിന്റെ ആത്മീയ മണ്ഡലത്തിൽ, നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിന്റെ മുൻപ് നിൽക്കുന്ന പിശാചിനെ വെട്ടിക്കളയുവാൻ സ്വർഗത്തിൽ നിന്ന് മീഖായേലിന്റെ ദൂതനെ അയച്ചുകൊണ്ട് അവൻ ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ച്, നിന്നിലേക്ക് പ്രവേശിച്ച്, നിന്നിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട സാത്താനെ വെട്ടിക്കളയുവാൻ മീഖായേൽ ഇറങ്ങേണ്ട ഒരു പ്രാർത്ഥന ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലുള്ള എന്റെ ഷോർട്ട് മെസ്സേജിൽ കൂടി സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുന്നത് കൊണ്ട് എന്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെയും നമുക്ക് പോരാടാം. പിന്നെ യുദ്ധക്കളത്തിൽ, പ്രാർത്ഥന എന്ന യുദ്ധക്കളത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. പ്രാർത്ഥിച്ച് അമ്മ കർത്താവിന് സ്തോത്രം വെളിപാട് പ്രാപിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് അമ്മ നമുക്ക് മുന്നേറി പോകാം. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചതും എന്തെന്നാൽ അമ്മ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഇവിടുത്തെ പാഠശാലകളിൽ നിന്ന് പ്രാപിച്ചെന്നല്ല പൗലോസ് വിളിച്ചു പറയുന്നത്, മറ്റൊരു വ്യക്തിയിൽ നിന്ന് പ്രാപിച്ചെന്നല്ല പൗലോസ് വിളിച്ചു പറയുന്നത്. അവന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിക്കൊണ്ട് പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ ഇരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിച്ച് ജയം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് നേടിയത് കൊണ്ടാണ് പൗലോസ് വ്യക്തമായി പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് അവൻ നേടിയത്, കർത്താവിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചതിനെന്തെന്നാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഒരു പൗലോസ് പ്രാപിച്ചതുപോലെ അവൻ നമുക്കും കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുമ്പോൾ രഹസ്യത്തിലുള്ള പിതാവിനോട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ജയം പ്രാപിച്ച് പിശാചിനോട് യുദ്ധം ചെയ്ത് അവൻ നമ്മുടെ ആത്മീയ നിലവാരത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ മുന്നേറി പോകുവാൻ സർവശക്തനായ ദൈവം നമ്മളേവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് എല്ലാവരെയും സമൃദ്ധിയും വായുരാരോഗ്യമായി കർത്താവ് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർത്തുന്നു.